2026 ലോകകപ്പിൽ ഇതാ ആ രണ്ട് യുഗങ്ങൾ നേർക്കുനേർ വരുന്നു. ഒരു വശത്ത് കരിയറിന്റെ അവസാന ഘട്ടത്തിലും വിസ്മയങ്ങൾ തീർക്കുന്ന അർജന്റീനയുടെ ഇതിഹാസം ലയണൽ മെസ്സി, മറുവശത്ത് ലോക ഫുട്ബോളിന്റെ ഭാവി കീഴടക്കാൻ കുതിക്കുന്ന ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ. ഒടുവിൽ അത് സംഭവിക്കുകയാണ്. മെസ്സിയും എംബാപ്പയും നേർക്കുനേർ. ഈ ലോകകപ്പിൽ ഇതുവരെ 6 ഗോളുകളുമായി മെസ്സി മുന്നിലായിരുന്നുവെങ്കിൽ ഇതാ സ്വീഡനെതിരെയായ നോക്കൌട്ട് പോരാട്ടത്തിലെ ഇരട്ട ഗോൾ നേട്ടത്തോടെ എംബാപ്പയും 6 ഗോളുകളുമായി മെസ്സിക്കൊപ്പം എത്തിയിരിക്കുന്നു. കരിയറിൽ ആകെ 6 ലോകകപ്പ് എഡീഷനുകളിൽ നിന്നായി 19 ഗോളുകൾ അടിച്ചുകൂട്ടിയ മെസ്സിയാണ് നിലവിൽ ലോകകപ്പിലെ എക്കാലത്തും ടോപ്പ് സ്കോറർ. പക്ഷേ വെറും 3 ലോകകപ്പുകളിൽ നിന്ന് 18 ഗോളുമായി ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ രണ്ടാമതെത്താൻ എംബാപ്പയ്ക്ക് സാധിച്ചു കഴിഞ്ഞു. ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡ് എംബാപ്പയുടെ പേരിലാകാൻ ഇനി എത്ര മത്സരങ്ങൾ കൂടി വേണം? അതാണിപ്പം ഫുട്ബോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ലോകകപ്പ് നോക്കൌട്ടിൽ സ്വീഡനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രാൻസ് തകർത്തുവിട്ടത്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ബ്രാഡ്ലി ബോർക്കോളയുടെ 1 ഗോളുമാണ് ഫ്രാൻസിന് ഈ വമ്പൻ വിജയം സമ്മാനിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സ്വീഡൻ ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഫ്രാൻസിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു സ്റ്റേഡിയത്തിൽ കണ്ടത്. ഫ്രാൻസ് 25 ഗോൾ അവസരങ്ങളും 12 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും പായിച്ചപ്പോൾ സ്വീഡന് വെറും 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ മാത്രമാണ് ലക്ഷ്യത്തിലെത്തിക്കാനായത്. സ്വീഡിഷ് താരം അലക്സാണ്ടർ ഇസാക്കിന്റെ ആക്രമണത്തോടെയാണ് മത്സരം തുടങ്ങിയത്. 16-ാം മിനിറ്റിൽ ഫ്രഞ്ച് താരം ലൂക്കാസ് ഡിഗ്നയുടെ ഷോട്ട് സ്വീഡിഷ് ഗോളി തട്ടിയകറ്റി. തൊട്ടു പിന്നാലെ 20-ാം മിനിറ്റിൽ എംബാപ്പെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഓഫ് സൈഡ് വിളിക്കപ്പെട്ടു. 35-ാം മിനിറ്റിൽ ഫ്രഞ്ച് താരം മൈക്കൽ ഒലീസയുടെ തകർപ്പൻ ഒരു ബൈസൈക്കിൾ കിക്ക് പോസ്റ്റിൽ തട്ടിത്തെറിച്ചതും ആരാധകരെ ആവേശത്തിലാക്കി. ഒടുവിൽ ആദ്യ പകുതിയുടെ 45 മിനിറ്റ് എംബാപ്പയിലൂടെ ഫ്രാൻസ് ആദ്യ ഗോൾ നേടി. ഉസ്മാൻ ഡെംബേലെയുടെ മനോഹരമായ അസിസ്റ്റിൽ നിന്നാണ് എംബാപ്പെ ഈ ലോകകപ്പിൽ തന്റെ 5ാം ഗോൾ കണ്ടെത്തിയത്. ഇതോടെ ആദ്യ പകുതിയിൽ ഫ്രാൻസ് 1-0 മുന്നിലെത്തി. രണ്ടാം പകുതിയിലും ഫ്രാൻസ് സമ്മർദ്ദം തുടർന്നു. 55-ാം മിനിറ്റിൽ മൈക്കൽ ഒലീസയുടെ പാസിൽ നിന്നും ബ്രാഡ്ലി ബോർക്കോള തകർപ്പൻ ഷോട്ടിലൂടെ ഫ്രാൻസിന്റെ ലീഡ് 2 ഉയർത്തി. ഗോൾ മടക്കാൻ സ്വീഡൻ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഫ്രഞ്ച് കോട്ട തകർക്കാൻ അവർക്കായില്ല. 74-ാം മിനിറ്റിൽ മത്സരത്തിലെ ഫ്രാൻസിന്റെ 3ാം ഗോളും പിറന്നു. എംബാപ്പയുടെ പാസിൽ നിന്ന് പന്ത് സ്വീകരിച്ച ഒലീസെ അത് വീണ്ടും എംബാപ്പയ്ക്ക് തന്നെ തിരിച്ചു നൽകി. സ്വീഡിഷ് പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കിയ എംബാപ്പെ രണ്ടാമതും വല കുലുക്കി. ഈ ഗോളോടെ എംബാപ്പെ 6 ഗോളുകളുമായി മെസ്സിക്കൊപ്പമെത്തി. മാത്രമല്ല അസിസ്റ്റുകളുടെ എണ്ണം കൂടി കൂട്ടിയാൽ എംബാപ്പെ മെസ്സിക്കും മുന്നിലാണ്. ഈ ലോകകപ്പിൽ 5 അസിസ്റ്റുകളുമായി മൈക്കൽ ഒലീസയാണ് അസിസ്റ്റുകളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത്. ഇഞ്ചുറി ടൈമിൽ സ്വീഡന്റെ ഒരു ഗോൾ ശ്രമം കൂടി ഫ്രഞ്ച് ഗോളി മൈക്ക് തടുത്തതോടെ ഫ്രാൻസ് 3-0 ആധികാരിക വിജയം ഉറപ്പിച്ചു. ഈ തകർപ്പൻ വിജയത്തോടെ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച നടത്തുന്ന മത്സരത്തിൽ പരഗ്വായാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. എംബാപ്പെ മെസ്സിയുടെ റെക്കോർഡ് തകർക്കുമോ?